എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച ഭഗവത്ഗീതയിലെ 3 ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. അസ്മാകം ഇതിഹാസ കാവ്യം കിം? ഉത്തരം മഹാഭാരതം. ഭഗവത്ഗീത കസ്മിൻ പർവണി അന്തർഭവതി? ഭീഷ്മ പർവണി. കഹ അർജുനം ഉപദിശതി? ശ്രീകൃഷ്ണഃ. വീണ്ടും തൃതീയ വിഭക്തിയുടെ അടുത്ത ഉപയോഗം പഠിക്കാം. അപ്പോൾ കർമ്മണി പ്രയോഗം പഠിച്ചു, പിന്നീട് അത് ഹേതുവായിക്കൊണ്ട് എന്ന് ആ ഒരു രീതിയിൽ വരുന്ന പ്രയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടു. ഇനി അതിനാൽ, അതിൻ്റെ സഹായത്താൽ ഇങ്ങനെ വരുമ്പോഴും തൃതീയ വിഭക്തിയാണ്. നമുക്ക് ഉദാഹരണത്തോടുകൂടെ കാണാം. ഇവിടെ ഞാൻ ചോദ്യം ചോദിച്ച് ഉത്തരം പറയുന്ന രീതിയിലാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. സഹ കേന കാര്യം കരോതി? എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്? അപ്പോൾ നമ്മൾ കഥം എന്നാണ്, എങ്ങനെ എന്ന് ചോദിക്കുമ്പോൾ കഥം എന്നാണ്. പക്ഷെ ഇവിടെ തൃതീയ ആണ് ഉത്തരം എന്നതിനാലാണ് ചോദ്യവും തൃതീയയിലായിരിക്കുന്നത്. അപ്പോൾ ഉത്തരം സഹ ഹസ്തേന കാര്യം കരോതി, കൈകൊണ്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ബാലകഃ കേന ക്രീഡതി? എന്തുപയോഗിച്ചാണ് കളിക്കുന്നത്? ബാലകഃ കന്ദുകേന, ബോൾ കൊണ്ടാണ് ക്രീഡതി, കളിക്കുന്നത്. രമണി കേന പായസം പിബതി? എന്തുപയോഗിച്ച് പായസം കുടിക്കുന്നു? രമണി ചമസേന, സ്പൂണുകൊണ്ട് പായസം പിബതി. ഇനി സ്ത്രീലിംഗം വരുമ്പോൾ, അതായത് ഏതു വാക്കാണോ സ്ത്രീലിംഗം അത് തൃതീയയിൽ എങ്ങനെ വരും? അനീഷഃ കഥം ആപണം ഗച്ഛതി? ഇവിടെ ഉത്തരം പുല്ലിംഗവുമാകാം സ്ത്രീലിംഗവും ആകാം എന്നതുകൊണ്ടാണ് ഇവിടെ കഥം. എങ്ങനെയാണ് മാർക്കറ്റിൽ പോകുന്നത്? അനീഷഃ ദ്വിചക്രികയാ, സൈക്കിൾ ഓടിച്ചാണ് ആപണം ഗച്ഛതി, ആപണം മാർക്കറ്റിലേക്ക്, ചന്തയിലേക്ക് പോകുന്നത്. ഭീമഃ കയാ താടയതി? അപ്പോൾ ഭീമന്റെ ആ ഒരു യുദ്ധ ഉപകരണം ഗദയാണെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ അത് ചോദ്യവും സ്ത്രീലിംഗത്തിലാണ്. അപ്പോൾ ഗദാ സ്ത്രീലിംഗമാണ്. കയാ താടയതി, എങ്ങനെയാണ് ഭീമൻ യുദ്ധത്തിൽ അങ്ങനെ അടിക്കുന്നത്? ഭീമഃ ഗദയാ താടയതി. ഛാത്രഃ കഥം? ഇവിടെയും എങ്ങനെ എന്നും ചോദിക്കാം. അത് ഉത്തരം ഏതിന് എന്താണോ അതിനനുസരിച്ചാണ് നമ്മൾ ചോദ്യം ചോദിക്കേണ്ടത്. അപ്പോൾ ഇവിടെ ലേഖനി എന്നത് സ്ത്രീലിംഗമാണ്. ഇനി അല്ലാതെ മറ്റ് പുല്ലിംഗമാണ് ഉത്തരം കിട്ടുന്നതെങ്കിൽ, അപ്പം അതുകൊണ്ടാണ് ഇവിടെ 2 രീതിയിലും ഞാൻ ചോദ്യം ചോദിച്ചിരിക്കുന്നത്. എങ്ങനെ എഴുതുന്നു? കഥം ലിഖതി, അല്ലെങ്കിൽ കയാ ലിഖതി, ഏതുകൊണ്ട് എഴുതുന്നു? ഛാത്രഃ ലേഖന്യാ ലിഖതി, പേന കൊണ്ട് എഴുതുന്നു. ഇവിടെ വളരെ പ്രശസ്തമായ ഒരു ശ്ലോകമാണിത്. കായേന വാച മനസേന്ദ്രിയൈഹി വാ. അത് പിരിച്ചു പറയുമ്പോൾ മനസാ ഇന്ദ്രിയൈഹി വാ, മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാ ആത്മനാ വാ പ്രകൃതി സ്വഭാവാത് കരോമി യത് സകലം യദ്യത് സകലം പരസ്മൈ നാരായണായ ഇതി, നാരായണായേതി സമർപ്പയാമി. ഇവിടുത്തെ ആദ്യത്തെ കുറച്ച് വാക്കുകൾ കായേന, വാച, മനസ, ഇന്ദ്രിയൈഹി, അത് ബഹുവചനമാണ്. തൃതീയ വിഭക്തിയിലെ ബഹുവചനം ഇങ്ങനെയാണ്, ഇന്ദ്രിയൈഹി. വാ എന്നാൽ ഓർ എന്നുള്ള അർത്ഥത്തിലാണ്, അഥവാ ബുദ്ധ്യ ആത്മന, ഇത്രയും വരെ തൃതീയ വിഭക്തിയിലാണ്. കായേന ശരീരം കൊണ്ടോ, വാച വാക്കുകൊണ്ടോ, മനസ മനസ്സുകൊണ്ടോ, ഇന്ദ്രിയൈഹി ഇന്ദ്രിയങ്ങളെ കൊണ്ടോ, ബുദ്ധ്യ ബുദ്ധി കൊണ്ടോ,
ആത്മന എൻ്റെ ഹൃദയം കൊണ്ടോ ഒക്കെ ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഭഗവാനെ അങ്ങയിൽ ഞാൻ സമർപ്പിക്കുന്നു എന്നാണ് അർത്ഥം. അപ്പോൾ ഇവിടെ വരെ ബുദ്ധ്യാത്മന എന്നതുവരെ തൃതീയ വിഭക്തിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ശ്ലോകം ഞാൻ ഉദാഹരണമായിട്ട് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇനി നമ്മൾ പുല്ലിംഗ രൂപം പഠിച്ച സമയത്ത് പറഞ്ഞിരുന്നു, എല്ലാ പുല്ലിംഗ രൂപങ്ങളും വിസർഗത്തിൽ അവസാനിക്കണം എന്നില്ല എന്ന് പറഞ്ഞിരുന്നു. അപ്പം അതിന് ഉദാഹരണമായിട്ട് അന്ന് പറഞ്ഞതാണ് പിതാ, ഭ്രാത ഇങ്ങനെ. ഇതേപോലെ തന്നെ ഏതൊരു വാക്കും എന്തിലാണ് അവസാനിക്കുന്നത്, അതായത് ഏത് അക്ഷരമാണ് അവിടെ അവസാനം വരുന്നത് എന്നതിനനുസരിച്ച് അതിനെ പല വിഭാഗങ്ങളിലാക്കി തിരിക്കുന്നുണ്ട്. അപ്പം ഇവിടെ നോക്കുക, അകാര അന്ത, അകാരം അന്തം അവസാനമായിട്ട് വരുന്ന പുല്ലിംഗ ശബ്ദമാണ്. അപ്പം ഇവിടെ ബാലഹ അഹ ആണ് അവസാനം. നാരകഹ, അപ്പം അത് അഹ ആണ്. രാമഹ. അതേസമയം നമ്മൾ നേരത്തെ പറഞ്ഞ പിതാ എന്ന് പറഞ്ഞാൽ ആകാരമാണ്. ഭ്രാത ആകാരമാണ്. ഇനി ഗുരു ഉകാരമാണ്. അപ്പം ഇങ്ങനെ എന്തിലാണോ അവസാനിക്കുന്നത് അങ്ങനെ ചില വ്യത്യാസങ്ങളുണ്ട്. അപ്പം അതുകൊണ്ട് ഇങ്ങനെ കാണുമ്പോൾ ഇതെന്തോ വലിയ സംഭവമാണെന്ന് എന്നൊന്നും തോന്നണ്ട. അകാരം അവസാനം വരുന്ന പുല്ലിംഗ ശബ്ദത്തെ ഒന്ന് പരിചയപ്പെടാം എന്നേ ഇവിടെ പറയുന്നുള്ളൂ. പരിചിനോതു, അതായത് പരിചയപ്പെടൂ. അപ്പോൾ സഹ നമ്മൾ പഠിച്ചു. അപ്പം ദൂരെ നിൽക്കുന്ന ഒന്നിനെ ചൂണ്ടിക്കാണിക്കുമ്പോഴാണ് സഹ എന്ന് പറയുക. ഏഷഹ, ഇവിടെ അടുത്തുള്ളതിനെ പറയാനാണ് ഏഷഹ. അപ്പോൾ ഏകവചനത്തിലാണെങ്കിൽ ഏഷഹ കഹ, ഇവൻ ആരാണ്. ഇനി ഒരു പുല്ലിംഗ ശബ്ദം അത് മനുഷ്യനെ ഉദ്ദേശിച്ചല്ല എങ്കിൽ ഇവൻ ആരാണ് എന്ന് ചോദിക്കില്ല, ഇത് എന്താണ് എന്ന് തന്നെയാണ് ചോദിക്കുക. പക്ഷെ ചോദ്യം ഇങ്ങനെ തന്നെയായിരിക്കും, ഏഷഹ കഹ. ഇനി രണ്ട് ബാലന്മാരെ കുറിച്ച് ചോദിക്കുമ്പോൾ ചോദ്യവും അങ്ങനെ തന്നെയാണ്. ഏതൗ കൗ, ദ്വിവചനത്തിൽ തന്നെ ചോദിക്കുന്നു. ഏതേ കേ, ഇവരെല്ലാവരും ആരാണ്. ഇനി ഏഷഹ കഹ, ഏഷഹ നാരകഹ, നരകത്തിൽ ജീവിക്കുന്നവൻ എന്നർത്ഥത്തിലാണ് നാരകഹ എന്ന് പ്രയോഗിക്കുന്നത്. ഏതൗ കൗ, ഈ രണ്ടുപേരാരാണ്. ഏതൗ നാരകൗ. ഏതേ കേ, ഏതേ നാരകാഹ. ഏഷഹ കഹ, ഏഷഹ രാമഃ. ഏതൗ കൗ, ഏതൗ രാമൗ. ഏതേ കേ, ഏതേ രാമാഹ. അപ്പം ഇത് ഒരു റിമൈൻഡറാണ്. ഇതിനു മുമ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, പക്ഷെ സഹയാണ് പഠിച്ചത്. ഏഷഹ ആദ്യമായിട്ടാണ് പഠിക്കുന്നത്. അപ്പോൾ ഈ രീതിയിലും ഇത് പുല്ലിംഗം, ഏകവചനം, ദ്വിവചനം, ബഹുവചനം ഇങ്ങനെ പറഞ്ഞ് ഒന്ന് പഠിച്ചു നോക്കുക. ഇനി ഒരു കഥയാണ്. ഈ കഥ പലരും മലയാളത്തിൽ കേട്ടിട്ടുണ്ടാവും. മല്ലഹ മാതേവഹ ച. മല്ലഹ മാതേവഹ ച വനമാർഗേണ, തൃതീയ വിഭക്തിയാണ്. വനമാർഗത്തിലൂടെ, അങ്ങനെ അതിലൂടെ അങ്ങനെ ഗച്ഛതി, പോകുന്നു. മാർഗമധ്യേ കമപി ഭല്ലൂകം, കരടിയെ പശ്യതി, ദ്വിതീയ വിഭക്തി. ഭല്ലൂകം പശ്യതി. അപ്പം ഇവിടെ മെലിഞ്ഞ ആളാണ് മാതേവൻ. ആ മാതേവൻ പറയുകയാണ്, അയേ ഭല്ലൂകഹ, അയ്യോ കരടി. അപ്പോൾ മല്ലൻ, കഥം രക്ഷ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്ന് ചോദിച്ചു. അപ്പോൾ മെലിഞ്ഞത് കൊണ്ട് തന്നെ മാതേവഹ മിത്രം മല്ലം, ദ്വിതീയ വിഭക്തിയാണ്. ആ മല്ലനെ ഉപേക്ഷിച്ചിട്ട് വൃക്ഷം ആരോഹതി, അതും ദ്വിതീയ വിഭക്തിയാണ്. വൃക്ഷത്തിലേക്ക് കയറുന്നു. നിസ്സഹായ മല്ലഹ, തൻ്റെ തടി കൊണ്ട് കയറാൻ പറ്റാത്ത നിസ്സഹായനായിട്ടുള്ള മല്ലൻ. മൃത ഇവ, മരിച്ചവനെ പോലെ. ഇവ എന്നാൽ പോലെ. ഭൂമൗ ശേതേ, ആ ഭൂമിയിൽ അവിടെ അങ്ങനെ കിടന്നു.
ഭല്ലൂകഃ മല്ലസ്യ സമീപം ആഗത്യ, ആ മല്ലന്റെ സമീപത്ത് വന്നിട്ട് ജിഘ്നതി, അങ്ങനെ മണപ്പിച്ചു. എന്നാൽ മൃതശരീരം ഇതി, മൃതശരീരമിതി മത്വാ എന്ന് വിചാരിച്ചിട്ട് ഭല്ലൂകഃ മല്ലം ത്യക്ത്വ ഉപേക്ഷിച്ചിട്ട് ഗതഃ പോയി. അങ്ങനെ മാദേവൻ വൃക്ഷാത്ത്, വൃക്ഷത്തിൽ നിന്ന് അവരുഹ്യ താഴെ ഇറങ്ങിയിട്ട് മാദേവഃ മല്ലം പൃച്ഛതി, അവിടെ ദ്വിതീയ വിഭക്തി, മല്ലനോട് ചോദിക്കുന്നു, ഭല്ലൂകഃ തവ കർണേ കിം വാ അവദത്, എന്താ പറഞ്ഞത് നിന്നോട്? അപ്പം ഈ അവദത്ത് എന്ന് പറയുമ്പോൾ അത് പാസ്റ്റ് ടെൻസ് പ്രയോഗമാണ്, ഭൂതകാലം. അവദത്ത് അപഠത് പഠിച്ചു, അലിഖത് എഴുതി, ഇങ്ങനെ പറയുന്നതാണ് പാസ്റ്റ് ടെൻസ്. അപ്പം അവദത്ത് എന്ത് പറഞ്ഞു? അപ്പോൾ മല്ലഹ ഉത്തരം വദതി, തന്മിത്രം ആപതി സുഖേച്ച സമക്രിയം യത്. ഇതൊരു പദ്യരൂപത്തിൽ ആണ് ഉള്ളത്, അതുകൊണ്ട് ഇതിൻ്റെ അന്വയ രൂപത്തിലാക്കണം. അതാണ് യത് ആപതി സുഖേച്ച സമക്രിയം തത് മിത്രം. അപ്പം തത് മിത്രമാണ് ഒരുമിച്ച് ചേർക്കുമ്പോൾ തന്മിത്രം എന്നാവുന്നത്. അപ്പോൾ ആരാണോ, യത് ആരാണോ, ആപതി സുഖേച്ഛ ആപത്തിലും സുഖത്തിലും, സമക്രിയം ഒരുപോലെ നമ്മളോട് പെരുമാറുന്നത്, തത് മിത്രം അവനാണ് സുഹൃത്ത്. അല്ലാതെ ഒരാപത്തിൽ പെടുമ്പോൾ സ്വന്തം കാര്യം നോക്കുന്നവനല്ല എന്നാണ് കരടി എന്നോട് പറഞ്ഞത് എന്ന് മല്ലൻ പറയുകയാണ്. അപ്പോൾ ഒരു ഗുണപാഠത്തോടു കൂടിയുള്ള ഒരു കഥയാണിത്. അപ്പോൾ ഇവിടെ പാഠഭാഗം പഠിത്വാ കഥാസ്തംഭാൻ, അതായത് കഥയുടെ ആ ഒരു രൂപങ്ങളെ, എന്തൊക്കെ വാക്യങ്ങൾ അതിൻ്റെ ഓർഡർ അനുസരിച്ച് ക്രമീകരിച്ച് ഒന്ന് പറഞ്ഞു നോക്കുക. അപ്പോൾ ആദ്യത്തേത് മാതേവഃ വൃക്ഷം ആരോഹതി, ഭല്ലൂകഃ മല്ലസ്യ സമീപം ആഗച്ഛതി, മല്ലഃ ഭൂമൗ ശേതേ, ഭല്ലൂകം പശ്യതി, മല്ലഃ മാതേവശ്ച വനമാർഗേണ ഗച്ഛതി. അപ്പോൾ ഇതൊക്കെ ഒന്ന് വായിച്ചു നോക്കിയിട്ട് അതിൻ്റെ ഓർഡർ എങ്ങനെയായിരുന്നു എന്നൊന്ന് ഓർത്തു വെക്കുക. സംസ്കൃത സംഭാഷണം. അപ്പോൾ കുട്ടി കളിക്കാൻ പോയ കുട്ടി തിരിച്ചു വന്നിട്ട് അമ്മയോട് പറയുന്നു, അമ്പ അഹം ആഗതവാൻ, ഞാൻ വന്നു. അപ്പോൾ ഇതുപോലെ നമ്മുടെ സംഭാഷണത്തിൽ ഞാൻ വന്നു, അവൾ പോയി എന്നതിനൊക്കെ ആഗതവാൻ, ആഗതവതി, ഗതവാൻ, ഗതവതി, പഠിതവാൻ, പഠിതവതി, ലിഖിതവാൻ, ലിഖിതവതി, ഇങ്ങനെ പറഞ്ഞാൽ നമുക്ക് എളുപ്പം അതിൻ്റെ ഒരു പാസ്റ്റ് ടെൻസ് നമുക്ക് കിട്ടും. അംബ അസ്തു ശീഘ്രം ഗത്വാ സ്നാനം കരോതു, അനന്തരം സന്ധ്യാവന്ദനം കരോതു. അസ്തു അംബ. അംബ ഗൃഹപാഠഃ സമാപ്തഃ വാ, ഹോംവർക്കിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. ന മമ ഗൃഹപാഠഃ ബഹു അസ്തി, ഒരുപാടുണ്ട്, ചെയ്തു തീർന്നിട്ടില്ല. അസ്തു ശീഘ്രം കരോതു, എന്നാ പെട്ടെന്ന് പോയി ചെയ്യൂ. അടുത്തത് സുഭാഷിതം. ഹസ്തസ്യ ഭൂഷണം ദാനം, സത്യം കണ്ഠസ്യ ഭൂഷണം, ശ്രോത്രസ്യ ഭൂഷണം ശാസ്ത്രം, ഭൂഷണൈഹി കിം പ്രയോജനം. ഇവിടെ പറയുന്നത് നമ്മുടെ കൈക്ക് സാധാരണ വളയാണ് ആഭരണം, എന്നാൽ ശരിക്കും ദാനം നൽകുന്ന കൈ, ആ കൈ തന്നെ ഒരു ആഭരണമാണ്. ഇനി കണ്ഠസ്യ സത്യം, നമ്മുടെ തൊണ്ടയ്ക്ക്, അതായത് പറയുന്ന വാക്ക് സത്യമായിരിക്കണം, എങ്കിൽ അത് തന്നെയാണ് ശരിയായ കണ്ഠാഭരണം. ഇനി ശ്രോത്രസ്യ ചെവിക്ക് ശാസ്ത്രമാണ് ഭൂഷണം, നല്ല അറിവ് നേടിത്തരുന്ന അങ്ങനെ അറിവ് തരുന്ന ഗ്രന്ഥങ്ങൾ വായിക്കുന്നതാണ് ചെവിക്ക് അലങ്കാരം. അപ്പോൾ ദാനം നൽകുന്ന കൈക്ക് മറ്റൊരു ആഭരണത്തിൻ്റെ ആവശ്യമില്ല. സത്യം പറയുന്ന തൊണ്ടയ്ക്ക്
കണ്ഠത്തിന് മറ്റൊരു ആഭരണത്തിൻ്റെ ആവശ്യമില്ല. അറിവ് എപ്പോഴും അറിവുള്ള കാര്യങ്ങൾ കേൾക്കുന്ന ഒരാൾക്ക് കർണാഭരണത്തിൻ്റെ ആവശ്യം ഇല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെയൊക്കെ ആയിരിക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. ധന്യവാദः. ശ്ലോക 2. കേയൂരാംഗദ കങ്കണോത്തമ മഹാരത്നാംഗുലീയാങ്കിത ശ്രീമദ് ബാഹു ചതുഷ്ക സംഗത ഗദാശംഖാരി പങ്കേരുഹാം കാഞ്ചിത് കാഞ്ചന കാഞ്ചിലാഞ്ചിത ലസത് പീതാംബരാലംബിനീം ആലംബേ വിമലാംബുജദ്യുതിപദാം മൂർത്തിം തവ ആർത്തിച്ഛിദം. കേയൂര അംഗദ കങ്കണ ഉത്തമ മഹാരത്ന അംഗുലീയ അങ്കിത. കേയൂരാംഗദ കങ്കണോത്തമ മഹാരത്നാംഗുലീയാങ്കിത ശ്രീമദ് ബാഹു ചതുഷ്ക സംഗത ഗദാശംഖ അരി പങ്കേരുഹാം. ശ്രീമദ് ബാഹു ചതുഷ്ക സംഗത ഗദാശംഖാരി പങ്കേരുഹാം കാഞ്ചിത് കാഞ്ചന കാഞ്ചിലാഞ്ചിത ലസത് പീതാംബര ആലംബിനീം കാഞ്ചന കാഞ്ചിലാഞ്ചിത ലസത് പീതാംബരാലംബിനീം ആലംബേ വിമല അംബുജ ദ്യുതിപദാം പീതാംബരാലംബിനീമാലംബേ വിമലാംബുജദ്യുതിപദാം മൂർത്തിം തവ ആർത്തിച്ഛിദം. തവ ആർത്തിച്ഛിദം. Now Anvaya with meaning. Here Melpatu says about the appearance of Lord Krishna. Keyura is epaulets, Angada armlets, Kankana bracelets. These type of ornaments and Uttama Maharatnam with gems, valuable gems. Anguliya Angitam, Anguliyam, so finger rings. Srimad Bahu Chatushka, the sacred forearms, Sangata, adorning. Gada, Shankha, Ari, Pankeruham. Gada, mace, Shankha, conch, Ari, discus, and Pankeruham, the lotus. Adorning the sacred forearms, holding the mace, the conch, the discus, and the lotus. And Pitambara Alambineem, Pitambaram, yellow resplendent silk cloth, Alambineem wearing. And Kanchana Kanchi, a golden waistband, Lanchida, Lanchida fastened, so it's very beautiful. That is Lasat. Lasat means it's beautiful. And your feet is Vimala Ambuja with pure lotuses. Duty is lustrous feet. It's shining. And that type of your feet, Artichidam, Artha Bhaktaha. Arti, the voice, which removes the voice of devotees. Kanchit, indescribable. Tavamurtim, your form. Alambe, I take refuge in. O Lord Krishna, your 4 sacred arms are adorned with ornaments, namely Keyura, epaulets, Angada, armlets, Kankana, bracelets, and finger rings studded with gems.
The arms holding in each hand gada, mace, shankha, conch, chakra, discus, padma, lotus. And your waist adorned with the yellow silk fastened by a golden waistband. O Lord, your feet are like beautiful pure lotuses. I seek refuge in you. Your enchanting form, which is the remover of all sorrows. केयूरांगद कंकणोत्तम महारत्नांगुलीयांकित श्रीमद्बाहुचतुष्कसंगत गदाशंखारि पंकेरुहा कांचित् कांचन कांचिलांचित लसत्पीतांबरालंबिनी आलम्बे विमलाम्बुजद्युतिपदां मूर्तिं तवार्तिच्छिदम्.